അഞ്ജു ഹബി ഫിറ്റ്നസ് ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് നൽകുന്ന ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി വർക്കൗട്ട് ഡാറ്റാബേസിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് സ്ക്വാഡ് വർക്കൗട്ടാണ്. തുടയുടെ മുൻഭാഗം അഥവാ ക്വാഡ്രിസെപ്സ് മസിലുകളെയാണ് സ്ക്വാഡ് പ്രധാനമായി ടാർഗറ്റ് ചെയ്യുന്നത്. കൂട്ടത്തിൽ ഏതാണ്ട് എല്ലാ ലോവർ ബോഡി മസിലുകളെയും കോർ മസിലുകളെയും ഒക്കെ ഒരുമിച്ച് പണിയെടുപ്പിക്കുന്ന വർക്കൗട്ടാണിത്. ഏവർക്കും അഞ്ജു ഹബി ഫിറ്റ്നസ്സിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു, നിങ്ങളുടെ സ്വന്തം സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനർ, ഫിറ്റ്നസ് ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ്. ബോഡി വെയ്റ്റ് മാത്രം ഉപയോഗിച്ച് സ്ക്വാട്ട് ചെയ്യുമ്പോൾ കൈകൾ തലയുടെ പുറകിൽ വയ്ക്കുകയോ മുന്നോട്ട് നീട്ടി വയ്ക്കുകയോ കൈകൾ കൂപ്പുന്നത് പോലെ പിടിക്കുകയോ ചെയ്യാം. വെയ്റ്റ് എടുത്ത് സ്ക്വാട്ട് ചെയ്യാനായി കയ്യിലൊരു ഡംബലോ കെറ്റിൽ ബെല്ലോ വാട്ടർ ബോട്ടിലോ ബാക്ക് പാക്കോ അങ്ങനെ ലഭ്യമായ ഭാരം എന്താണോ അത് നെഞ്ചിന് മുമ്പിലായി കുത്തനെ കൈ പിടിച്ച് ഹോൾഡ് ചെയ്യുക. റെസിസ്റ്റൻറ്റ് ബാൻഡ് ഉപയോഗിച്ച് സ്ക്വാട്ട് ചെയ്യാനായി ഇരുവശത്തും തുല്യ നീളം വരുന്നത് പോലെ ബാൻഡിന് മുകളിൽ കയറി നിൽക്കുക. റെസിസ്റ്റൻറ്റ് ബാൻഡിൻ്റെ ഇരു ഹാൻഡിലുകളും ചെസ്റ്റിന് മുകളിൽ വരുന്നത് പോലെ പിടിക്കുക. ഹിപ്പിൻ്റെ വീതിയേക്കാൾ അല്പം കൂടുതലോ അല്ലെങ്കിൽ ഷോൾഡർ വിഡ്ത്തിലോ, അതായത് രണ്ട് കാൽപാദങ്ങളും ഷോൾഡറിൻ്റെ താഴെ വരുന്ന രീതിയിൽ നിൽക്കുക. കാൽപാദങ്ങൾ ഒരൽപ്പം പുറത്തേക്ക് പോയിൻ്റ് ചെയ്ത് നിൽക്കാം. തോൾ താഴേക്കും പിന്നിലേക്കും വലിച്ച് നെഞ്ച് വിരിഞ്ഞു നിൽക്കുക. ഇതാണ് സ്റ്റാർട്ടിംഗ് പൊസിഷൻ. ഇനി നമ്മുടെ കോർ മസിലുകൾ ടൈറ്റായി പിടിക്കുക. ശരീരത്തിൻ്റെ ഭാരം ഹീൽസിലേക്ക് ലോഡ് ചെയ്ത് ഹിപ്പ് പിന്നോട്ട് തള്ളിയാണ് സ്ക്വാട്ടിൻ്റെ മൂവ്മെൻറ്റ് തുടങ്ങേണ്ടത്. ഈ മൂവ്മെൻറ്റ് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഇനി ഹിപ്പ് പിന്നോട്ട് തള്ളിക്കൊണ്ട് താഴോട്ടുള്ള മൂവ് ചെയ്യുക. തുടകൾ നിലത്തിന് പാരലലിന് അല്പം താഴെയോ ആവുമ്പോൾ നിർത്തുക. തുടകൾ പാരലൽ ആവുന്ന അത്രയും താഴോട്ട് എത്താൻ പറ്റാത്ത ആളാണെങ്കിൽ എത്ര താഴുമോ അവിടെ നിർത്തിയാൽ മതി. ഓരോരുത്തരുടെയും ശരീരപ്രകൃതിയും ഈ വർക്കൗട്ട് ചെയ്തുള്ള പരിചയവും ഒക്കെ അനുസരിച്ച് ഇങ്ങനെ എത്രത്തോളം താഴോട്ട് പോകുമെന്നതിൽ വ്യത്യാസം വരും. ഇനി മുകളിലോട്ടുള്ള മൂവ്മെൻ്റാണ്. നമ്മുടെ തലയും നെഞ്ചും ചെസ്റ്റും പൊസിഷൻ അതുപോലെ നിലനിർത്തിക്കൊണ്ട് കാൽപാദം, കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ഹീൽസിൻ്റെ ഭാഗം കൊണ്ട് നിലത്ത് ശക്തമായി ചവിട്ടി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മുകളിലേക്ക് ഉയരുക. ഇപ്പോൾ സ്ക്വാട്ട് ഒരു റിപ്പീറ്റേഷനായി. ഇനി നിങ്ങളുടെ വർക്കൗട്ടിൽ എത്ര റിപ്പീറ്റേഷനാണോ ആവശ്യമുള്ളത് അത്ര തവണ ഇത് ആവർത്തിക്കാം. തുടക്കക്കാർ ബോഡി വെയ്റ്റ് ഉപയോഗിച്ച് സ്ക്വാട്ട് ചെയ്ത് ഫോം പഠിച്ചെടുക്കുക. അതിനുശേഷം മാത്രം വെയ്റ്റ് എടുത്ത് സ്ക്വാട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ സ്ക്വാട്ട് വർക്കൗട്ട് പഠിച്ചു. വർക്കൗട്ട് ഡാറ്റാബേസിൽ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.